യെസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാം. ഉണ്ട്. യെസ്. അങ്ങനെ പ്രൈസ് ലോർഡ്. അപ്പൊ നമുക്ക് എന്നാ പിന്നെ ജസ്റ്റ് ക്ലാസ് ആരംഭിക്കാം. സ്നേഹമുള്ളവർ, നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞതുകൊണ്ട് ഞാൻ നേരിട്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കഴിഞ്ഞ ദിവസം ഞങ്ങൾ സുനിലായിട്ട് സംസാരിച്ചപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും, തിയോളജി ആയിരിക്കുമോ അതോ ബൈബിൾ ആയിരിക്കുമോ എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു അറിവ്, നിങ്ങളൊരു കോർ കമ്മിറ്റി മെമ്പേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് അതൊരു അറിവ് കിട്ടിക്കോട്ടെ എന്നോർത്തിട്ടാണ് ഞാൻ സുനിലിനോട് പറഞ്ഞത് നമ്മൾ 1-2 ക്ലാസ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ഈ ക്ലാസ് പോവുക, അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമോ. ഇനി അഥവാ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫീഡ്ബാക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതനുസരിച്ച് ക്ലാസിന്റെ രീതിയിൽ മാറ്റം വരുത്താനും സാധിക്കും. നമുക്ക് ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ സമയം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ക്ലാസ് എടുക്കാം. ഇതിന്റെ തുടർച്ച, ഈ ക്ലാസ് ഇന്ന് മുഴുവൻ തീരില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഇപ്പം നിങ്ങൾ കാണുന്ന സ്ലൈഡ്സ് കംപ്ലീറ്റ് എനിക്ക് PDF ആയിട്ട് അത് ഞാൻ സുനിലിന് അയച്ചു കൊടുത്തോളാം, ഇമെയിൽ അഡ്രസ്സ് തരുവാണെങ്കിൽ. പിന്നെ ഇപ്പോൾ ഈ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇത് കണ്ടാൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. അച്ഛൻ മ്യൂട്ടായി പോയി. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ കേൾക്കാമോ? കേക്കാം. ഓക്കെ. ശരി, താങ്ക് യു. ചില ടെക്നിക്കൽ ഇഷ്യൂസ് നമുക്ക് തുടക്കത്തിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കണം. ഹെബ്രായരുടെ പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? നമുക്കെന്നാ ഒരുമിച്ച് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഹെബ്രായർ 1:1-2. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. നിങ്ങളുടെ കൂടി പാർട്ടിസിപ്പേഷൻ ആയിക്കൊള്ളട്ടെ എന്ന് ഓർത്തിട്ടാണ്. ആരെങ്കിലും വായിക്കുവോ? അല്ല ഞാൻ തന്നെ വായിക്കാം. ഓക്കെ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. താങ്ക് യു സോ മച്ച്. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഹെബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഇവിടെ കാലത്തെക്കുറിച്ച്, സമയത്തെക്കുറിച്ച്, അതായത് ദൈവത്തിന്റെ വെളിപാട് ഭൂമിയിൽ കാലത്തിലും സ്ഥലത്തും, അതായത് സമയത്തിലും സ്ഥലത്തിലുമാണ്, സ്പേസിലും ടൈമിലുമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പൂർവ്വകാലങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവിക വെളിപാടിന്റെ സ്ഥലം എന്താണ്? എവിടെയാണിത് വെളിപാട് നടന്നത്? ദൈവിക വെളിപാട് നടന്ന സമയം എന്താണ്? ഇത് രണ്ടുമാണ് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ ദൈവിക വെളിപാടിന്റെ സ്ഥലം, ദൈവിക വെളിപാടിന്റെ സമയം, ഈ 2 കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ബൈബിളിനെ വ്യാഖ്യാനിക്കാനും നമ്മൾ തന്നെ ബൈബിൾ വായിക്കുമ്പോൾ ആഴത്തിൽ മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. അപ്പോ എൻ്റെ ഈ ക്ലാസ്സിൽ ഞാൻ സാധാരണ രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്, ഈ ക്ലാസ്സുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടി മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന മീറ്റിങ്ങുകളിലും അല്ലാത്ത സമയത്തൊക്കെ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പറ്റണം. അതായത് ഒരു ബൈബിൾ അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ ബൈബിളിന്റെ വ്യാഖ്യാനം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരിക,
അതല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടി ബൈബിൾ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മെല്ലെ വളരുകയാണ്. അതായത് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ പറയാറില്ല, രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ അയാൾക്ക് ഫിഷ് കൊടുക്കുക, മീൻ കൊടുക്കുക, വിശന്നിരിക്കുന്ന ഒരാൾക്ക് മീൻ കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്ക് ഫിഷ് നെറ്റ് കൊടുക്കുക, വല കൊടുക്കുക. അപ്പോൾ ഫിഷ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് പെട്ടെന്ന് വിശന്ന് ഇരിക്കുന്ന ആളുടെ വിശപ്പ് മാറും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് വിശക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും? അതേസമയം നമ്മൾ അയാൾക്ക് ഫിഷ് നെറ്റ് കൊടുക്കുകയാണെങ്കിൽ, വല കൊടുക്കുകയാണെങ്കിൽ, അയാൾക്ക് ആ സ്കില്ല് മെല്ലെ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നീട് അയാൾക്ക് വിശക്കുമ്പോൾ അയാൾക്ക് പോയി സ്വയമായിട്ട് മീൻ പിടിക്കാനും അത് അയാൾക്ക് കഴിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു ചിന്ത എപ്പോഴും ആളുകൾക്ക്, പ്രത്യേകിച്ചും നിങ്ങളെപ്പോലുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ ഫിഷ് നെറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് വല കൊടുക്കുക. അങ്ങനെ വല കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ കൂടുതൽ ആഴത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാനും പഠിക്കാനും അത് വ്യാഖ്യാനിക്കാനും സാധിക്കും. അപ്പൊ ആ ഒരു പരിപ്രേക്ഷ്യത്തിലാണ്, ആ ഒരു ചിന്തയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ ആദ്യമായിട്ട് തന്നെ ദൈവിക വെളിപാടിന്റെ സ്ഥലം, സമയം എന്നീ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബൈബിളിലെ ചരിത്രത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോവാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥം ദൈവം മനുഷ്യന്റെ ചരിത്രത്തിൽ കടന്നു വന്ന് ഇടപെട്ടതിന്റെ കഥയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഏദനിൽ മനുഷ്യനോട് ഒപ്പം നടക്കുന്ന ദൈവം, മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇടപെടുന്ന ദൈവം. അത് മുൻപോട്ട് പോകുമ്പോൾ അബ്രഹാമിന്റെ കാലം വരുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് അബ്രഹാമിനെ വിളിക്കുകയും അവനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ദൈവം. അബ്രാഹത്തോടൊപ്പം, ഇസഹാക്കിനോടൊപ്പം, യാക്കോബിനോടൊപ്പം, മോശയോടൊപ്പം, ജോസഫിനോടൊപ്പം, ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട് വഴികളിൽ അവരോടൊപ്പം സഞ്ചരിക്കുന്ന, അവരുടെ ചരിത്രത്തിന്റെ ഭാഗമായി അവരോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് പഴയ നിയമം പറയുന്നത്. പിന്നീട് മുൻപോട്ട് പോകുമ്പോഴും അതെ. പുതിയ നിയമത്തിൽ ഈശോ അറിയപ്പെടുന്നത് തന്നെ ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ. ദൈവം മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് ഈശോയെ കുറിച്ച് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ, അവൻ തന്റെ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ മനുഷ്യന്റെ ചരിത്രം, ആ ചരിത്രത്തിലാണ് ദൈവം കടന്നു വന്ന് തന്റെ രക്ഷാകര പദ്ധതി നമുക്ക് വെളിപ്പെടുത്തിയത്. ഇതെവിടെയാണ് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഒക്കെ ഈ സംഭവങ്ങൾ നടക്കുന്നത്? ഇതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ മാപ്പിൽ കാണാൻ സാധിക്കുക. ഈ മാപ്പിന്റെ ഈ ഭാഗത്ത്, എന്റെ കഴ്സർ കാണാൻ പറ്റുന്ന നിയമമായിരിക്കും, ഈ ഭാഗത്ത് നമ്മൾ ഭൂലോകത്തിന്റെ ഒരു ഭൂപടത്തിന്റെ ചെറിയ രൂപം ഇട്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഈ സ്ക്വയറിലുള്ള വളരെ ചെറിയൊരു ഭാഗത്താണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സംഭവങ്ങളെല്ലാം, ചരിത്ര സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ആ ചെറിയ സ്ക്വയറിലുള്ള ഭാഗത്തിന്റെ സൂം ഔട്ട് ചെയ്ത ഒരു രൂപമാണ്, അല്ലെങ്കിൽ സൂം ഇൻ ചെയ്ത ഒരു രൂപമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പച്ച നിറത്തിലുള്ളൊരു ഭാഗം കാണാൻ പറ്റും. ഏതാണ്ട് ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലാണ് ഈ പച്ച നിറത്തിലുള്ള ഒരു ഭാഗം കാണുന്നത്. ഈ പച്ച നിറത്തിലുള്ള ഭാഗം ആരംഭിക്കുന്നതിന്റെ വിവിധ ഭാഗങ്ങളുടെ, ഒരു ഭാഗത്ത് പേർഷ്യൻ ഗൾഫ് ഉണ്ട്, ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലുണ്ട്, ഇവിടെ നമുക്ക് ചെങ്കടലുണ്ട്. പക്ഷെ ഈ പച്ചനിറം പ്രധാനമായിട്ടും രണ്ട് നദികൾ, ഒരു കടൽ, മറ്റൊരു നദി, അങ്ങനെ മൂന്ന് നദികളും ഒരു കടലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പച്ച നിറത്തിലുള്ള ചന്ദ്രക്കല രൂപപ്പെടുന്നത്. ഈ പച്ച നിറത്തിലുള്ള ചന്ദ്രക്കലയ്ക്ക് വിളിക്കുന്ന പേര് ദ ഫെർട്ടൈൽ ക്രസന്റ് എന്നാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ മുഴുവൻ സംഭവങ്ങളും, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ മുഴുവൻ സംഭവങ്ങളും നടക്കുന്നത് ഈ ഫെർട്ടൈൽ ക്രസന്റിന് ഉള്ളിലാണ്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു നല്ല അറിവുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന വചനത്തിൽ കാണാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് രണ്ട് നദികൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. യൂഫ്രട്ടിസ് നദി, അതോടൊപ്പം തന്നെ ടൈഗ്രിസ് നദി. യൂഫ്രട്ടിസ് നദി, ടൈഗ്രിസ് നദി എന്നീ രണ്ട് നദികളുടെ സാന്നിധ്യമാണ്
മരുഭൂമിയുടെ ഇടയിലുള്ള ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ടമാക്കി മാറ്റുന്നത്. ഈ രണ്ട് നദികൾക്ക് ഇടയിലുള്ള സ്ഥലത്തെ പൊതുവെ വിളിക്കുന്ന പേര് മെസോപൊട്ടേമിയ എന്നാണ്. മെസോപൊട്ടേമിയ എന്ന വാക്ക് തന്നെ അതാണ് ഉദ്ദേശിക്കുന്നത്. മേസോ എന്ന് പറഞ്ഞാൽ ഇൻ ദ മിഡിൽ ഓഫ് എന്നാണ്. പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് എന്നാണ്. നിങ്ങൾ പൊട്ടാമസ്, ഹിപ്പോപൊട്ടാമസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ വാക്കെല്ലാം അതിൽ നിന്ന് വരുന്നതാണ്. പൊട്ടേമിയ എന്നാൽ റിവേഴ്സ്. അപ്പോൾ എ ലാൻഡ് ഇൻ ദ മിഡിൽ ഓഫ് റിവേഴ്സ്, യൂഫ്രട്ടിസ് ടൈഗ്രിസ് നദികളുടെ നടുവിലുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ് മെസോപൊട്ടേമിയ എന്ന് ആ സ്ഥലത്തെ വിളിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് മെസോപൊട്ടേമിയൻ സംസ്കാരം, മെസോപൊട്ടേമിയൻ ഭാഷകൾ, മെസോപൊട്ടേമിയൻ ജീവിത രീതികൾ ഇതെല്ലാം ഉണ്ടാവുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ യൂഫ്രട്ടിസ് ടൈഗ്രിസ് നദികൾ ഈ മെസോപൊട്ടേമിയയെ മുഴുവൻ ഫലഭൂയിഷ്ടമാക്കി തീർക്കുന്നു. പിന്നീട് നമ്മൾ കുറച്ചുകൂടി മുൻപോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഈ സീറോ ഫിനീഷ്യ, പലസ്തീന, ഇസ്രായേൽ ഒക്കെ ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ മെഡിറ്ററേനിയൻ കടൽ, ദ ഗ്രേറ്റ് സീ എന്ന് യൂറോപ്യൻസ് വിളിക്കുന്ന മെഡിറ്ററേനിയൻ കടലിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ ഈ ഒരു ഭാഗവും ഫലഭൂയിഷ്ടമായ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. പിന്നീട് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഈജിപ്തിൽ നൈൽ നദി എന്ന മഹാനദിയുടെ സാന്നിധ്യമാണ്. എത്യോപ്യയിൽ ഉത്ഭവിച്ച് മെഡിറ്ററേനിയൻ കടലിനെ ലക്ഷ്യമാക്കി ഒഴുകുന്ന നൈൽ നദി. നൈൽ നദിയുടെ തീരം മുഴുവൻ ആ മരുഭൂമിയുടെ ഇടയിൽ, നൈൽ നദി തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഈജിപ്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ ആഫ്രിക്കയിലെ ആ ഭൂവിഭാഗത്തെ ഫലഭൂയിഷ്ടമാക്കുന്നത് നൈൽ നദിയുടെ സാന്നിധ്യമാണ്. അങ്ങനെ ചുരുക്കത്തിൽ ടൈഗ്രിസ് നദി, യൂഫ്രട്ടിസ് നദി, മെഡിറ്ററേനിയൻ കടൽ, നൈൽ നദി എന്നിങ്ങനെ ജലം പ്രദാനം ചെയ്യുന്ന 3 നദികളുടെയും ഒരു കടലിന്റെയും സാന്നിധ്യത്തിലാണ് ഈ ഭൂവിഭാഗം ഫലഭൂയിഷ്ടമായത്. ഏതാണ്ട് ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലാണ് അത് കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് വിളിക്കുന്നത്. ഈ മാപ്പിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഏതാണ്ട് ആ ഫെർട്ടൈൽ ക്രസന്റ് വീണ്ടും കാണാൻ സാധിക്കും, സ്ഥലനാമങ്ങളോടൊപ്പം തന്നെ. ഇനി ഇവിടെ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഫെർട്ടൈൽ ക്രസന്റ് കാണാൻ പറ്റും. ആ ഫെർട്ടൈൽ ക്രസന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള രാജ്യങ്ങൾ അക്കാലത്ത് എങ്ങനെ അറിയപ്പെട്ടിരുന്നു, ഇക്കാലത്ത് അതെങ്ങനെയാണ് അറിയപ്പെടുന്നത്, അതാണ് ഇനി നമ്മൾ ഈ മാപ്പിൽ കാണാൻ പോകുന്നത്. അക്കാലത്ത് ഫെർട്ടൈൽ ക്രസന്റിന്റെ ഈ ഭാഗം, ഞാൻ ഈ കഴ്സർ ചലിപ്പിക്കുന്ന ഭാഗം, അവിടെ ബാബിലോണിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. നമുക്ക് പരിചിതമായ ഊർ എന്നത് ഈ ബാബിലോണിയയിലെ ഒരു സ്ഥലമാണ്. അബ്രഹാം തന്റെ യാത്ര പുറപ്പെടുന്നത് ഊറിൽ നിന്നാണ്. ഉറൂഖ്, നിപ്പൂർ, ബാബിലോൺ ഇതെല്ലാം ഈ ബാബിലോണിയയുടെ ഭാഗമായിട്ടാണ്. പിന്നീട് ഈ മെസോപ്പൊട്ടേമിയയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പരിചയമുള്ള വേറൊരു സ്ഥലം, മുൻപോട്ട് പോകുന്ന സമയത്ത് ഉള്ള സ്ഥലമാണ് അഷൂർ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ അതിനേക്കാൾ കൃത്യമായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന മറ്റൊരു സ്ഥലമാണ് നിനവേ. യോനായുടെ പുസ്തകത്തിലും നാഹുമിന്റെ പുസ്തകത്തിലുമൊക്കെ നിനവയെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. നിനവേ എന്നത് അസീറിയൻ എംപയറിന്റെ, അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു അക്കാലത്ത് നിനവേ. സിറിയ, ആരാം എന്ന പേരിൽ അറിയപ്പെടുന്ന സിറിയ, കാനാൻ, പലസ്തീന ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിൽ ഈ ബാബിലോൺ എന്ന സ്ഥലം ഇന്ന് സത്യത്തിൽ ഇറാഖ് എന്ന രാജ്യമാണ് ബാബിലോൺ. അപ്പോൾ പഴയ ബാബിലോൺ എന്നത് ഇറാഖാണ്. ഈ ഊർ എന്ന് പറയുന്ന അബ്രഹാം പുറപ്പെട്ട സ്ഥലം ഏതാണ്ട് ഇറാഖിലെ മൊസൂളിൽ നിന്ന് കുറച്ച് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ ഇപ്പോ ഈ അബ്രഹാം ഒക്കെ പുറപ്പെട്ട ആ സ്ഥലത്തിന്റെ പുരാവസ്തു ഖനനത്തിലൂടെ ആ സ്ഥലമെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ അസീറിയ എന്ന് പറയുന്നത് അങ്ങനെ ഒരു രാജ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം, പ്രസിദ്ധമായ ഒരു സ്ഥലം ഇന്നില്ല. ഒരു ചെറിയൊരു
സ്ഥലം, ഒരു വില്ലേജ് ആയിട്ട് മാത്രമാണ് അസീറിയ ഉള്ളൂ. പക്ഷെ അസീറിയ ഉൾപ്പെടുന്ന അന്നത്തെ ആ എംപയറിന്റെ ഭാഗങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നത് തുർക്കി, സിറിയ എന്നീ സ്ഥലങ്ങളിലാണ്. അസീറിയൻ എംപയറിന്റെ ആ അന്നത്തെ അസീറിയൻ എംപയർ ഇന്നത്തെ തുർക്കി, സിറിയ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇസ്രായേലും മറ്റു സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം ഒന്ന് മുൻപോട്ട് പോകുന്നു. പേർഷ്യക്കാർ ഇപ്പോഴും ഇന്നും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന പേർഷ്യക്കാര് നമുക്കറിയാലോ. പേർഷ്യ സത്യത്തിൽ അന്നത്തെ പേർഷ്യക്കാർ ഇന്നത്തെ ഇറാനിയൻസ് ആണ്. അന്നത്തെ പേർഷ്യക്കാര് ഇന്നത്തെ ഇറാനിയൻസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ സ്ഥലം. അപ്പൊ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഏതാണ്ട് ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ചരിത്രം, വിശുദ്ധ ഗ്രന്ഥത്തിലെ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ തുടങ്ങാത്തത്? ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാം അധ്യായം 28-ാം വാക്യം മുതൽ അല്ലെങ്കിൽ 12-ാം അധ്യായം മുതലാണ് ഇപ്പോൾ നിങ്ങളോട് ചരിത്രം പറഞ്ഞു തുടങ്ങുന്നത്. അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ ചരിത്രാതീത ചരിത്രം എന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതെന്താണെന്ന് മറ്റൊരു ക്ലാസ്സിൽ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്താനാവുന്ന ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാമിന്റെ കാലം മുതലാണ്. പൂർവ്വപിതാക്കന്മാരുടെയും പൂർവ്വ മാതാക്കന്മാരുടെയും കാലം മുതലാണ് ചരിത്രം യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാം അധ്യായം മുതൽ, കൃത്യമായി പറഞ്ഞാൽ 11-ാം അധ്യായത്തിൽ 28-ാം വാക്യം മുതൽ അബ്രഹാത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് മുതലാണ് നമുക്ക് ചരിത്രം ഉള്ളത്. ഇപ്പോൾ ഈ ഒരു മാപ്പിലേക്ക് നോക്കിയാൽ നേരത്തെ ഞാൻ കാണിച്ച ഫെർട്ടൈൽ ക്രസന്റ്, ആ ഫെർട്ടൈൽ ക്രസന്റ് പരിപൂർണമായിട്ടും അബ്രഹാം യാത്ര ചെയ്ത് തീർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈ ഫെർട്ടൈൽ ക്രസന്റിലൂടെയാണ് അബ്രഹാത്തിന്റെ കുടുംബം യാത്രയാകുന്നത്. അവരവരുടെ യാത്ര ആരംഭിക്കുന്നത് ഊർ എന്ന സ്ഥലത്തു നിന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാം അധ്യായം 31, 32 ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ സാധിക്കുമോ? തേരാഹ് കൽദായരുടെ ഊറിൽ നിന്നും കാനാൽ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മകൻ അബ്രഹാമിനെയും പേരക്കിടാവിനെയും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രഹാമിന്റെ ഭാര്യയും തന്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി. അവൻ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു. തേരാഹ് 205 വർഷം ജീവിച്ചിരുന്നു. അവൻ ഹാരാമിൽ വെച്ച് മതിയടഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ചെടുത്ത, താങ്ക് യു കേട്ടോ, വായിച്ചതിന് നന്ദി. നമ്മളിപ്പോ വായിച്ചു കേട്ട ഈ വചനം ആരംഭിക്കുന്നത് ഉൽപ്പത്തി 11:31 ഊർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ പറഞ്ഞു, കൃത്യമായിട്ട് അവര് വചനത്തിൽ പറയുന്നുണ്ട്, ഇത് കൽദായരുടെ ദേശമായിരുന്നു. അപ്പോൾ കൽദായർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൽദായർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാബിലോൺകാരെയാണ്. കൽദേയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാബിലോണാണ്. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖ്. അപ്പോൾ ഇന്നത്തെ ഇറാഖിൽ നിന്ന്, അന്നത്തെ കൽദായരുടെ ദേശത്ത് നിന്ന്, അല്ലെങ്കിൽ ബാബിലോണിൽ നിന്നുമാണ് അബ്രഹാം തന്റെ പിതാവിന്റെ കൂടെ യാത്ര ആരംഭിക്കുന്നത്. ആ കാര്യം നമുക്ക് ഉൽപ്പത്തി 11:31 പറയുന്നു. അങ്ങനെ ഈ കുടുംബം യാത്ര പുറപ്പെട്ട് അവർ ചെന്ന് ആദ്യം വാസമുറപ്പിക്കുന്നത് ഹാരാൻ എന്ന സ്ഥലത്താണ്. ഹാരാൻ എന്ന സ്ഥലത്തിന്റെ പ്രത്യേകത, ഹാരാൻ എന്നത് ഇന്നത്തെ സിറിയയാണ്. തുർക്കിയുടെ താഴെ സിറിയയിലാണ് ഈ ഹാരാൻ എന്ന സ്ഥലമുള്ളത്. ഈ ഹാരാൻ ഉൾപ്പെടുന്ന സിറിയയുടെ അക്കാലത്തെ പേര് ആരാം എന്നായിരുന്നു. അതിൽ നിന്നാണ് അരമേയർ അല്ലെങ്കിൽ അരമേയർ എന്ന ഭാഷയിൽ അരമേയർ എന്ന പേരൊക്കെ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അബ്രാഹാം തന്റെ യാത്ര ആരംഭിക്കുമ്പോൾ അദ്ദേഹം ഒരു കൽദായനായിരുന്നു.
പിന്നീട് അദ്ദേഹം ഒരു അരമായനായിട്ട് മാറി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ ഇവര് ഹാരാനിൽ താമസിക്കുന്ന കഥയാണ് 1-ാം വാക്യം മുതൽ കാണുന്നത്. അപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാം ഒരു അരമായനായിരുന്നു, ഒരു ആരാം നിവാസിയായിരുന്നു, ഇന്നത്തെ സിറിയയിൽ താമസം ഉറപ്പിച്ചിരുന്ന ആളായിരുന്നു. അക്കാലത്ത് ഈ സിറിയ എന്ന് പറയുന്നത് ഒരു ബഹുദൈവ വിശ്വാസം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് ദൈവം അബ്രഹത്തെ അവിടെ നിന്ന് വിളിക്കുകയാണ്. അബ്രഹത്തോട് ദൈവം പറയുന്നു, ഇവിടം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോവുക. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആർക്കെങ്കിലും 12-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? നിങ്ങൾ കൂടി ഒന്ന് ഉൾപ്പെട്ടോട്ടെ ഓർത്തിട്ടാണ് കേട്ടോ. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവന്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് അബ്രാം, അവിടെ ശ്രദ്ധിക്കുക, പേര് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അബ്രാഹം അല്ല, അബ്രാമാണ്. കാരണം അബ്രഹാമിന്റെ പേര്, അബ്രാം എന്ന പേര് അബ്രാഹമായി മാറുന്നത് 17-ാം അധ്യായത്തിൽ മാത്രമാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ അബ്രാമാണ്. അബ്രാം യാത്ര പുറപ്പെടുവാണ് ദൈവത്തിന്റെ വാക്ക് കേട്ട്. ഹാരാനിൽ നിന്ന് യാത്ര പുറപ്പെടും. നിങ്ങൾക്ക് ഈ മാപ്പില് ആ യാത്രാപഥം കാണാൻ പറ്റും. അദ്ദേഹം ആ ഫാമിലിയോടൊപ്പം യാത്ര പുറപ്പെട്ട് ഷെക്കേമിൽ എത്തുന്നു. എന്ന് പറഞ്ഞാൽ കാനാൻ ദേശത്ത് എത്തി. 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ അബ്രാമിനെ കാനാൻ ദേശത്ത് കാണുന്നു. കാനാൻ ദേശത്ത് മോറയുടെ ഓക്കുമരം നിറഞ്ഞ സ്ഥലത്തൊക്കെ അബ്രാം എത്തി എന്നുള്ള വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അതിനുശേഷം അബ്രാം അവിടെ നിന്ന് വീണ്ടും യാത്ര പുറപ്പെടുന്നുണ്ട്. അപ്പോ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ബഥേലിൽ എത്തുന്നു. പിന്നീട് നെഗബിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ നെഗബിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ ഇസ്രായേൽ, അതായത് കാനാൻ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടാവുന്നു. ക്ഷാമമുണ്ടായി അബ്രാം കുടുംബവും ഭക്ഷണം ലഭിക്കുന്നതനുസരിച്ച് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം എന്തുകൊണ്ടാണ് ഈ ക്ഷാമം ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ ഈജിപ്തിലേക്ക് പോകുന്നത്. അതായത് ഈ ഇസ്രായേൽ എന്ന ഈ കാനാൻ ദേശത്ത് വെള്ളം കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് ജോർദാൻ നദിയാണ്. ഹെർമോൻ മലയിൽ മഞ്ഞുരുകി ഉണ്ടാകുന്ന വെള്ളമാണ് ജോർദാൻ നദിയിലെ വെള്ളം. അപ്പോൾ ജോർദാൻ നദി എന്ന ഒറ്റ ശുദ്ധജല സ്രോതസ് മാത്രമാണ് ഈ ഇസ്രായേലില് അല്ലെങ്കിൽ കാനാൻ ദേശത്ത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ചെറിയ ചെറിയ വാടികൾ എന്ന് പറയുന്ന ചില ചെറിയ ഉറവകൾ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പ്രധാനപ്പെട്ട ജലസ്രോതസ് എന്ന് പറയുന്നത് ഈ ജോർദാൻ നദിയാണ്. അപ്പോൾ ജോർദാൻ നദിയില് വെള്ളം കുറവായാൽ വരൾച്ച ഉണ്ടാവും ഇസ്രായേൽ ദേശത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷാമം ഉണ്ടാവും. കാരണം നദിയിലെ വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ടാണ് കൃഷിയും മറ്റു കാര്യങ്ങളും, കന്നുകാലി വളർത്തലൊക്കെ നടന്നിരുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ ഈ കാനാൻ ദേശത്ത് പല സമയങ്ങളിൽ ക്ഷാമം ഉണ്ടാവും നമുക്ക് കാണാം. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായിരുന്നു, ഇസ്ഹാക്കിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, യാക്കോബിന്റെ കാലത്ത് ക്ഷാമം നിമിത്തമാണല്ലോ യാക്കോബും കുടുംബവും ഒക്കെ ഈജിപ്തിലേക്ക് യാത്രയാവുന്നത്. അപ്പോൾ ഈ കാനാൻ ദേശത്ത് ക്ഷാമം ഉണ്ടാവുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം വെള്ളത്തിന്റെ ദൗർലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വെള്ളം ഉപയോഗിക്കുന്ന, വാട്ടർ മാനേജ്മെന്റിന്റെ ഏറ്റവും മികച്ച രീതിയുള്ളത്, അതിനുള്ള ശൈലിയുള്ളത് അത് ഇസ്രായേലിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവര് വെള്ളം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് ക്ഷാമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ഹൈഡ്രോ സിസ്റ്റംസ് എല്ലാം അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഡ്രിപ്പ് ഇറിഗേഷനും മിസ്റ്റ് ഇറിഗേഷനും ഒക്കെ ഇസ്രായേലില്
കണ്ടുപിടിക്കുന്നതും അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിനൊക്കെ കാരണം ഈ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാനാണ്. അപ്പോൾ അക്കാലത്ത് ആ തരത്തിലുള്ള ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് ക്ഷാമം ഉണ്ടായി. ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രാഹവും കുടുംബവും, സത്യത്തിൽ അബ്രാമും കുടുംബവും ഇവിടെ നിന്ന് കാനാൻ ദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് പോവാണ്. 12-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അവരെ കണ്ടെത്തുന്നത് ഈജിപ്തിലാണ്. പിന്നീട് ഈജിപ്തിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ഈജിപ്തിൽ എന്തുകൊണ്ടാണ് ക്ഷാമം ഉണ്ടാകാതിരിക്കുന്നത്? ഈജിപ്തില് അക്കാലത്ത് ക്ഷാമം ഉണ്ടാകാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നൈൽ നദിയുടെ സമീപമാണ്. ജോർദാൻ നദിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നൈൽ നദി വളരെ മഹത്തായ ഒരു നദിയാണ്, വലിയൊരു നദിയാണ്. അതുകൊണ്ട് തന്നെ നൈൽ നദിയിലെ വെള്ളം കുറയുക അല്ലെങ്കിൽ നൈൽ നദിയിൽ വെള്ളം വറ്റി വരളുക എന്ന് പറയുന്നത് വല്ലപ്പോഴും അപൂർവമായി നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ജോർദാൻ നദിയില് വരൾച്ച ഉണ്ടാകുമ്പോഴും നൈൽ നദിയിൽ വെള്ളം ഉണ്ടാവും. നൈൽ നദിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് അവിടെ ക്ഷാമം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ആ ഭാഗത്തുള്ള ആളുകൾ ഈജിപ്തിലേക്ക് യാത്രയാവുന്നത്. ഈജിപ്തിൽ നിന്ന് ദൈവമായ കർത്താവ് പറഞ്ഞതനുസരിച്ച് വീണ്ടും അബ്രാം കാനാൻ ദേശത്തേക്ക് വരുന്നു. മാമ്രയുടെ ഓക്കുമരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ മാമ്രയുടെ ഓക്കുമരം ഉണ്ടായിരുന്ന സ്ഥലം ഹെബ്രോൺ എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത്. അവിടെ താമസമാക്കുന്നു, അവിടെ സ്ഥലം മേടിക്കുന്നു. അവിടെ വെച്ച് അബ്രാമിന്റെ ഭാര്യ സാറ മരണമടയുന്നു. അവളെ വില കൊടുത്ത് മേടിച്ച ഭൂമിയിൽ ശവമടക്കുന്നു. അതിനുശേഷം അബ്രാഹം മരിക്കുമ്പോൾ അബ്രാഹം കബറടക്കപ്പെടുന്നത് അതേ സ്ഥലത്താണ്, ഹെബ്രോണിലാണ്, വില കൊടുത്ത് മേടിച്ച സ്ഥലത്താണ്. പിന്നീട് ഇസഹാക്കും റബേക്കയും യാക്കോബും ലയായും ഒക്കെ കബറടക്കപ്പെടുന്നത് ഈ ഹെബ്രോണിലാണ്. എന്ന് പറഞ്ഞാൽ പൂർവ്വ പിതാക്കന്മാരുടെയും പൂർവ്വ മാതാക്കളുടെയും ഓർമ്മകൾ നിലകൊള്ളുന്ന ഇടമാണ് ഹെബ്രോൺ. ചരിത്രത്തിൽ പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ദാവീദ് രാജാവാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യകാലം ഏതാണ്ട് 7.5 വർഷങ്ങൾ അദ്ദേഹം ഇസ്രായേലിനെ ഭരിക്കുന്നത്, യൂദയെ ഭരിക്കുന്നത് ഹെബ്രോണിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ പൂർവ്വ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ഒക്കെ ഓർമ്മ കുടികൊള്ളുന്ന സ്ഥലമാണ് ഹെബ്രോൺ. ഓർക്കുക, ആ സ്ഥലം അബ്രാം വില കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. വാട്ട് ഈസ് ദ ക്ലെയിം ഓഫ് ദ ജൂയിഷ് പീപ്പിൾ ഓൺ ദിസ് ലാൻഡ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പല സമയങ്ങളിൽ അവർ വില കൊടുത്ത് അവിടെ സ്ഥലം മേടിക്കുന്നത് കാണാൻ പറ്റും. അബ്രഹാമിന്റെ കാലം അത് തുടങ്ങിയതാണത്. പിന്നീട് ദാവീദിന്റെ കാലത്ത് ജെറുസലേം നഗരം മുഴുവൻ ജബൂസ്യനായ അരവ്ന അല്ലെങ്കിൽ ഓർനാൻ എന്ന വ്യക്തിയിൽ നിന്ന് വില കൊടുത്ത് മേടിക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അബ്രാം ഈ സ്ഥലത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. അബ്രാമിന്റെ യാത്ര തുടരുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അബ്രാമിന്റെ കാലത്ത് ദൈവം അബ്രാമിനെ വിളിക്കുമ്പോൾ അബ്രാമിന് പ്രധാനമായിട്ടും 7 വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പക്ഷെ ഈ 7 വാഗ്ദാനങ്ങളെ നമുക്ക് 3 വാഗ്ദാനങ്ങളായിട്ട് ചുരുക്കാൻ പറ്റും. കാരണം ഈ 3 വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വാഗ്ദാനങ്ങളായിട്ടാണ് 7 വാഗ്ദാനങ്ങൾ നൽകുന്നത്. അതിന്റെ വിശദീകരണമായിട്ടാണ്. എന്തൊക്കെയാണ് അബ്രാമിന് ദൈവം നൽകിയ 3 വാഗ്ദാനങ്ങൾ? ഒന്നാമതായി ദൈവമായ കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ ഇപ്പോ ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത അബ്രാമാണ്, പക്ഷെ ഞാൻ നിന്നെ ഒരു ജനതയാണ്, എന്റെ ജനതയാക്കി ഞാൻ നിന്നെ മാറ്റും. യു ആർ ഗോയിങ് ടു ബി എ പീപ്പിൾ, മൈ പീപ്പിൾ. രണ്ടാമത്തെ വാഗ്ദാനം, സെക്കൻഡ് പ്രോമിസ് ദൈവം അബ്രാമിന് നൽകുന്നത്, യു ആർ ഗോയിങ് ടു ബി എ കിങ്ഡം. നിനക്കിപ്പോ സ്വന്തമായിട്ട് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ, ഹെബ്രോണില് കുറച്ച് സ്ഥലം മേടിച്ചതേ ഉള്ളൂ. പക്ഷേ നിന്നെ ഞാനൊരു രാജ്യമാക്കി മാറ്റും. സ്വാഭാവികമായിട്ടും രാജ്യമാകണമെങ്കിൽ നമുക്കറിയാം അവിടെ രാജ്യത്തിന് സ്ഥലമുണ്ടാകണം, അതിർത്തികൾ ഉണ്ടാകണം, ഭൂമി ഉണ്ടാകണം, അതുപോലെ ജനമുണ്ടാകണം, രാജാവ് ഉണ്ടാകണം. അപ്പോൾ അബ്രാമിനോട് ദൈവമായ കർത്താവ് അബ്രാമിന് ഒരു പുത്രൻ പോലും ജനിക്കുന്നതിന് മുൻപ് പറയുകയാണ്, നിന്നെ ഞാൻ ഒരു ജനതയാക്കും, എന്റെ സ്വന്തം ജനമാക്കി മാറ്റും, നിന്നെ ഞാൻ ഒരു രാജ്യമാക്കി മാറ്റും. യു ആർ ഗോയിങ് ടു ബിക്കം എ കിങ്ഡം.
മൂന്നാമത് അബ്രാമിനോട് ദൈവം കൊടുത്ത വാഗ്ദാനം, അബ്രാമിന് ദൈവം നൽകിയ വാഗ്ദാനമാണ്, നീ ലോകം മുഴുവനും ഒരു അനുഗ്രഹമായി മാറും. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം, പഴയ നിയമവും പുതിയ നിയമവും, ദൈവം അബ്രാമിന് നൽകിയ ഈ 3 വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ചരിത്രമാണ്. ഞാൻ വിശദീകരിക്കാം. ദൈവം അബ്രാമിനോട് ആദ്യമായി പറഞ്ഞത്, യു ആർ ഗോയിങ് ടു ബി എ പീപ്പിൾ, മൈ പീപ്പിൾ. നിങ്ങൾ ഒരു ജനതയായി മാറും, ഒരു ജനമാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. സീനായി മലയുടെ അടിവാരം ദൈവമായ കർത്താവ് മോശയിലൂടെ 10 കൽപ്പനകളും ഉപകൽപ്പനകളും ജനത്തിന് നൽകി. ദൈവമായ കർത്താവ് പറഞ്ഞതനുസരിച്ച് മോശ ഉള്ള പ്രതിനിധികളുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് ദൈവമായ കർത്താവിന് മുമ്പില് വാക്കുകൊടുത്തു, ഞങ്ങൾ ഇതെല്ലാം അനുസരിച്ചു കൊള്ളാം. അങ്ങനെയാണ് ഉടമ്പടി വാക്യം ഉച്ചരിക്കപ്പെടുന്നത്. നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. യു ആർ മൈ പീപ്പിൾ ആൻഡ് ഐ ആം യുവർ ഗോഡ്. അങ്ങനെ സീനായി മലയടിവാരത്ത് വെച്ച് ദൈവം അബ്രാമിന് നൽകിയ ആദ്യത്തെ വാഗ്ദാനം, യു ഷാൽ ബി എ പീപ്പിൾ, യു ഷാൽ ബി മൈ പീപ്പിൾ, അത് പൂർത്തീകരിക്കപ്പെടുക. കാലം പിന്നെയും കടന്നുപോയി. ദാവീദ് രാജാവിന്റെ ഭരണകാലം. ദാവീദ് രാജാവിന്റെ ഭരണകാലത്ത് നമുക്കറിയാം, മഹത്തായ ഒരു രാഷ്ട്രം അവർക്ക് ലഭിക്കുന്നു. കാരണം ദാവീദ് വീരനായ ഒരു പോരാളിയായിരുന്നു, യുദ്ധ നൈപുണ്യം ഉള്ള വ്യക്തിയായിരുന്നു. വടക്ക് യൂഫ്രട്ടീസ് നദി മുതൽ തെക്ക് ഈജിപ്ത് വരെ, പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടൽ മുതൽ കിഴക്ക് അറേബ്യൻ മരുഭൂമി വരെ ഉൾപ്പെടുന്ന വലിയ ഒരു ഭൂപ്രദേശം, അതിന്റെ മുഴുവൻ രാജാവായി ദാവീദ് മാറുമ്പോൾ, നിന്നെ ഞാൻ ഒരു രാജ്യമാക്കും, നിനക്ക് ഞാൻ ഒരു രാജ്യം നൽകും എന്ന അബ്രാമിന് ദൈവം കൊടുത്ത രണ്ടാമത്തെ വാഗ്ദാനം പൂർത്തിയായി. നിങ്ങളൊരു ജനതയാകും, നിങ്ങൾ എന്റെ ജനതയാകുമെന്ന വാഗ്ദാനം സീനായി മലയടിവാരത്ത് പൂർത്തിയായി. നിന്നെ ഞങ്ങൾ ഒരു രാജ്യമാക്കി മാറ്റും എന്നത് ദാവീദ് രാജാവിന്റെ കാലത്താണ് അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. നീ ലോകം മുഴുവനും ഒരു അനുഗ്രഹമായി മാറും. ഈ വാഗ്ദാനം പൂർത്തിയാകുന്നത് പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിലാണ്. ഇതാ ലോകം മുഴുവനുമുള്ള ഒരു രക്ഷകന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖമാര് ലോകം മുഴുവന്റെയും രക്ഷകൻ ബത്ലഹേമിൽ ജനിച്ച വിവരം അറിയിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ വിശുദ്ധ മത്തായി കൃത്യമായി പറയുന്നുണ്ട്, അബ്രാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം എന്ന്. നീ ലോകം മുഴുവനും ഒരു അനുഗ്രഹമായി മാറും എന്ന ദൈവമായ കർത്താവ് അബ്രാമിന് കൊടുത്ത വാഗ്ദാനം പൂർത്തിയാകുന്നത് അബ്രാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിലൂടെയാണ്. എങ്ങനെയാണ് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനമായി മാറിയത്, ഒരു ജനതയായി തീർന്നത്? എപ്രകാരമാണ് ഇസ്രായേൽ ജനത്തിന് ഒരു രാജ്യം ഉണ്ടായത്, ഒരു രാജ്യത്തിന്റെ അധിപതികളായിട്ട് അവർ മാറിയത്? എപ്രകാരമാണ് ഇതേ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനമല്ലാതായി തീർന്നത്? അവരുടെ പാപകരമായ ജീവിതം മൂലം, ഉടമ്പടിയുടെ അവിശ്വസ്തത മൂലം. എപ്രകാരമാണ് ദൈവം അവർക്ക് നൽകിയ രാജ്യത്ത് നിന്നും അവർ നിഷ്കാസിതരായത്, പുറത്തു പോകേണ്ടി വന്നത്?
ഈ ചരിത്രമാണ് പഴയ നിയമം. നിങ്ങൾ പഴയ നിയമം മുഴുവൻ വായിച്ചു നോക്കുക. പഴയ നിയമത്തെ മുഴുവൻ ഒരു വാക്കിൽ സംഗ്രഹിക്കാമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ലാൻഡ് എന്ന വാക്കാണ്. ഭൂമി. ആ ലാൻഡ് തന്നെയാണ് ഇന്നും ഇസ്രായേലിയരെ അലട്ടുന്ന, ഇസ്രായേലിയരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലം ഭൂമി. പഴയ നിയമത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ടാണ്. ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിച്ചപ്പോഴെല്ലാം അവര് ഭൂമി കൊണ്ടും ഭൂമിയുടെ ഫലങ്ങൾ കൊണ്ടും അനുഗ്രഹീതരായി. എന്നാൽ ദൈവമായ കർത്താവിനോട് മറുതലിച്ചപ്പോൾ, ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ അവർ സ്വന്തം രാജ്യത്ത് പരദേശികളായി. മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രവാസികളായി അവർ പോകേണ്ടതായിട്ട് വന്നു. അഭയാർത്ഥികളായി പോകേണ്ടതായിട്ട് വന്നു. ഈ ചരിത്രം മുഴുവനാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. പ്രവാചകന്മാർ അവരോട് പറഞ്ഞു, ദൈവമായ കർത്താവിൽ നിന്ന് അകന്നു ജീവിച്ചാൽ ഇതാ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അപജയമാണ്, നിങ്ങൾക്ക് രാജ്യം നഷ്ടപ്പെടും. മുന്നറിയിപ്പുകൾ നൽകി. പക്ഷെ ജനം വീണ്ടും അവരുടെ ഉടമ്പടി അവിശ്വസ്തതയിൽ തുടർന്നു. ഈ കഥകളാണ് പഴയ നിയമത്തിന്റെ ഉള്ളടക്കം. പുതിയ നിയമം നമ്മളോട് പറയുന്നു, അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തു എങ്ങനെയാണ് ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി മാറിയത്, ലോകത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവന്നത് എങ്ങനെയാണ്? തീർച്ചയായും അവിടുത്തെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിലൂടെ അവിടുന്ന് ലോകത്തിന് മുഴുവൻ എന്നേക്കും അനുഗ്രഹം സംലഭ്യമാക്കി. ആ ചരിത്രമാണ്, ആ യേശുവിന്റെ കഥകൾ, ആ യേശുവിന്റെ പ്രബോധനങ്ങൾ, ആ യേശുവിന്റെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ആ യേശുവിന്റെ ശിഷ്യന്മാര് അവർ നടത്തിയ പ്രബോധനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് പുതിയ നിയമത്തിന്റെ ഉള്ളടക്കം. എപ്രകാരമാണ് ലോകത്തിന് മുഴുവൻ അനുഗ്രഹം ലഭിക്കുക, ഇതാണ് പുതിയ നിയമം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പുതിയ നിയമം ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും അത് പഴയ നിയമം ലാൻഡ് ആണെങ്കിൽ പുതിയ നിയമം ലവ് ആണ്, സ്നേഹമാണ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകം തിരിച്ചറിയും. അപ്പോൾ പുതിയ നിയമത്തിന്, ക്രിസ്തുമതത്തിന് ലോകത്തോട് പറയാനുണ്ടായിരുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. അവിടെ അവരൊരു ഒരു ഒരു പ്രത്യേക ഭൂവിഭാഗം, ഒരു ലാൻഡ് ആയിരുന്നില്ല. ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനം സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുമതം ലോകം മുഴുവനിലേക്കും വ്യാപിച്ചത്. കാരണം ലോകം മുഴുവനും അനുഗ്രഹമായി മാറി. അപ്പോൾ ഇതാണ് അബ്രാഹാമിന് ദൈവം കൊടുത്ത ആ 3 അനുഗ്രഹങ്ങൾ. ആ 3 അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. അബ്രഹാമിന്റെ കാലം കഴിഞ്ഞ് ഇസഹാക്കിന്റെ കാലം പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. യാക്കോബിന്റെ കാലം വരുന്നു. തീർച്ചയായിട്ടും യാക്കോബും പലയിടങ്ങളിലൂടെ യാത്രയാവേണ്ടി വരുന്നുണ്ട്. അബ്രഹാമും പിതാവ് തേരാഹിന്റെ ഒക്കെ കൂടെ ജീവിച്ചിരുന്ന ഹാരാനിലേക്ക് യാക്കോബ് പോകേണ്ടി വരുന്നു. ജ്യേഷ്ഠനെയും പിതാവിനെയും കബളിപ്പിച്ച് വഞ്ചിച്ചതിന് ശേഷം കാനാനിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ അമ്മയുടെ ഉപദേശം അനുസരിച്ച് സ്വന്തം അമ്മയുടെ നാട് കൂടിയായിരുന്ന ഹാരാനിലേക്ക് അഥവാ സിറിയയിലേക്ക്, ആരാം ദേശത്തേക്ക്, അരമായരുടെ ദേശത്തേക്ക് യാക്കോബ് ഒരു പ്രവാസിയായി പോകുന്നുണ്ട്. അവിടെ ചെല്ലുന്നു, വിവാഹം കഴിക്കുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു അരമായനായി, ആടുമേയ്ക്കുന്ന അരമായനായി സിറിയയിലൂടെ അലഞ്ഞു നടന്നവനായിരുന്നു യാക്കോബ്. പക്ഷെ ദൈവം യാക്കോബിനോട് പറഞ്ഞു, ഇനി നീ തിരികെ പോവുക. അങ്ങനെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് യാക്കോബ് തിരിച്ച് കാനാനിൽ വരുന്നു, ഷെക്കെമിൽ വരുന്നു, ബത്തേലിൽ വരുന്നു, ഹെബ്രോണിൽ വരുന്നു. കാനാൻ ദേശത്ത് അദ്ദേഹത്തിന് താമസം ഉറപ്പിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു മകൻ ജോസഫ് സ്വന്തം സഹോദരന്മാരാൽ വിൽക്കപ്പെടുന്നതും ഈജിപ്തിൽ എത്തിച്ചേരുന്നതും. ജോസഫ് ഈജിപ്തിലെത്തി കുറെ കാലം സഹനങ്ങളിലൂടെ കടന്നുപോയി. പിന്നീട് നമുക്കറിയാം, ദൈവമായ കർത്താവ് ശക്തമായിട്ട് ജോസഫിന്റെ ജീവിതത്തിൽ ഇടപെട്ടു. അങ്ങനെ
കാനാനിൽ ക്ഷാമമുണ്ടായപ്പോൾ യാക്കോബും കുടുംബവും ജോസഫിന്റെ ക്ഷണമനുസരിച്ച് ഫറവോയുടെ അതിഥികളായി ഈജിപ്തിലേക്ക് പോവാൻ. ഈ കഥ പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് യാക്കോബും കുടുംബവും മുഴുവൻ മക്കളും അവര് ഈജിപ്തിൽ രാജകീയ അതിഥികളായിട്ട് ജീവിക്കുക. ഇതിനുശേഷം 400 വർഷങ്ങൾ ഒരു ഗ്യാപ്പാണ്. ഈ 400 വർഷങ്ങൾക്കിടയിൽ ദൈവമായ കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. ഗോഡ് ഈസ് സൈലന്റ് ഫോർ 400 years. അത് കഴിഞ്ഞ് പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് 400 വർഷങ്ങൾ കഴിഞ്ഞാണ്. നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തോന്നൂല. പക്ഷെ ഉൽപ്പത്തി പുസ്തകം അവസാനിച്ചിടത്തു നിന്ന് 400 വർഷങ്ങൾ കഴിഞ്ഞുള്ള ചരിത്രം പറഞ്ഞുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം തുടങ്ങുന്നത്. തീർച്ചയായും പുറപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട നായകൻ മോശയാണ്. മോശയുടെ ജീവിതം, ഈജിപ്തിൽ നിന്നുള്ള ജനത്തിന്റെ പുറപ്പാട്, ഇതൊക്കെയാണ് നമ്മൾ ആ ഭാഗത്ത് വിശദമായിട്ട് കാണുന്നത്. ഈ മോശയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മോശ 120 വയസ്സ് വരെയാണ് ജീവിച്ചത്. മോശയുടെ 120 വയസ്സ് വരെയുള്ള ജീവിതത്തെ തന്നെ നമുക്ക് 40, 40, 40 എന്നിങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. മോശ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ 40 വർഷങ്ങൾ ഫറവോയുടെ പുത്രിയുടെ ദത്തുപുത്രൻ എന്ന നിലയിൽ ഈജിപ്തിന്റെ കൊട്ടാരത്തിലാണ് താമസിച്ചത്. ദ പ്രിൻസ് ഓഫ് ഈജിപ്ത്, ഈജിപ്തിലെ രാജകുമാരന്മാരുടെ ഇടയിൽ ഒരാൾ എന്ന നിലയിൽ മനുഷ്യന് അന്ന് ലഭ്യമായിരുന്ന സമ്പത്ത്, വിദ്യാഭ്യാസം, മറ്റെല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് സമൃദ്ധിയിൽ അദ്ദേഹം 40 വർഷം ഫറവോയുടെ കൊട്ടാരത്തിൽ താമസിച്ചു. മോശയ്ക്ക് 40 വയസ്സായപ്പോഴാണ് മോശ പുറത്തിറങ്ങി ഇസ്രായേൽക്കാർ അനുഭവിച്ചിരുന്ന, തന്റെ സ്വന്തം ജനം അനുഭവിച്ചിരുന്ന വലിയ കഷ്ടപ്പാടുകൾ കാണുന്നു. ആ കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ തീർച്ചയായിട്ടും മോശ പ്രതികരിക്കുന്നു. കാരണം മോശ ഒരു നീതിമാനായിരുന്നു, നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെ 40-ാം വയസ്സിൽ ഒരു ഈജിപ്തുകാരനെ കൊന്നതിന്റെ പേരിൽ മോശയ്ക്ക് നാടുവിടേണ്ടതായിട്ട് വരുന്നു. ദീർഘദൂരം യാത്ര ചെയ്ത് മോശ അറേബ്യൻ മരുഭൂമികളിലൂടെ യാത്ര ചെയ്ത് മിദിയാൻ എന്ന സ്ഥലത്ത് എത്തിച്ചേരും. അങ്ങനെ അറേബ്യൻ മരുഭൂമിയിലെ ആട്ടിടയൻ എന്ന നിലയിൽ മോശ തന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ 40 വർഷങ്ങൾ ചെലവഴിക്കുക. മിദിയാനിലെ മരുഭൂമിയിലെ അലയുന്ന ആട്ടിടയൻ. ഇങ്ങനെ 40 വർഷങ്ങൾ ദൈവം മോശയെ മോൾഡ് ചെയ്തു. ഈജിപ്തിലെ രാജകുമാരനിത ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ആട്ടിടയനായി മാറിയിരിക്കുന്നു. എളിമയുടെ പാഠങ്ങൾ മോശയെ ദൈവം 40 വർഷങ്ങൾ കൊണ്ട് അഭ്യസിപ്പിച്ചു. മാത്രമല്ല, ഭാവിയിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുക, സർവൈവ് ചെയ്യാൻ സാധിക്കുക എന്നതിന്റെ പാഠങ്ങളും 40 വർഷങ്ങളെടുത്ത് ദൈവം മോശയെ പഠിപ്പിച്ചു. മോശയ്ക്ക് 80 വയസ്സായി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില് ദൈവം മോശയെ വിളിക്കുമ്പോൾ, എരിഞ്ഞടങ്ങാത്ത മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം മോശയെ വിളിക്കുമ്പോൾ മോശയ്ക്ക് 80 വയസ്സാണ് പ്രായം. വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷെ ദൈവം മോശയെ 80-ാം വയസ്സിൽ വിളിച്ചു. ദൈവം വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും മോശ പലതരത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറയുന്നുണ്ട്. മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഹു ആം ഐ? ഞാൻ ആരാണ്? നീ എന്നെ ഈജിപ്തിലേക്ക് അയക്കാനുള്ള യാതൊരു യോഗ്യത എനിക്കില്ല. പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു, ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. സോ യു ഷുഡ് തിങ്ക് ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു ഗോ, ബട്ട് ഐ വിൽ ബി ദേർ. ഐ ആം വിത്ത് യു. അപ്പോൾ ഉടനെ മോശ ദൈവത്തോട് ചോദിച്ചു, ദെൻ ഹു ആർ യു? ഹു ആം ഐ എന്ന് ചോദിച്ച മോശ
ദൈവത്തോട് രണ്ടാമത് ചോദിക്കുകയാണ്, ഹു ആർ യു? ഇത് മോശ സത്യസന്ധമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം മോശയ്ക്ക് പൂർവ്വപിതാക്കന്മാരുടെ അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെ അറിയില്ല. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മോശ ഈജിപ്തിലെ കൊട്ടാരത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ആളാണ്. അതുകൊണ്ട് മോശ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ചോദിച്ചു, ഹു ആർ യു? നീ ആരാണ്? അപ്പോൾ മോശയ്ക്ക് ദൈവം തന്റെ മഹത്തരമായ ഉടമ്പടി നാമം വെളിപ്പെടുത്തി. യഹ്യേ അഷേർ യഹ്യേ എന്നാണ് ഹീബ്രുവിൽ. ഞാൻ ആയിരിക്കുന്നവൻ ആയിരിക്കും എന്ന മഹോന്നതമായ ദൈവനാമം വെളിപ്പെടുത്തി. ഇനി മോശ ജനത്തോട് പറയേണ്ടത് ഈ ദൈവനാമമാണ്. പക്ഷെ ദൈവം സ്വന്തം പേര് പറഞ്ഞപ്പോൾ യഹ്യേ എന്ന് ഫസ്റ്റ് പേഴ്സൺ നാരറ്റീവിലാണ് പറയുന്നത്. ഒരാൾ സ്വന്തം പേര് പറയുമ്പോൾ അയാളുടെ പേര്, എന്റെ പേര് ലൂക്ക എന്നാണ് എന്ന് ഞാൻ പറയുന്നത് പോലെ. പക്ഷെ മോശ പറയുമ്പോൾ എന്റെ പേര് യഹ്യ ആണെന്ന് മോശയ്ക്ക് പറയാൻ സാധിക്കില്ല. കാരണം അപ്പോൾ മോശയുടെ പേര് യഹ്യ എന്നായി മാറും. അവന്റെ പേര്, ഞാൻ കണ്ടെത്തിയ ദൈവത്തിന്റെ പേര് യഹ്യ ആണ് എന്ന് തേർഡ് പേഴ്സണിൽ പറയാം. അങ്ങനെ യഹ്യേ എന്ന ദൈവനാമത്തിന്റെ തേർഡ് പേഴ്സൺ രൂപമാണ് യാഹ്വേ എന്നത്. അങ്ങനെ ദൈവം പേര് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മോശ വീണ്ടും ചോദിച്ചു, വാട്ട് ഇഫ് they don't believe in me? So who are I? Who are you? What if they don't believe in me? ഞാന് വലിയ ക്രെഡിബിലിറ്റി ഉള്ള ആളൊന്നുമല്ല. 40-ാം വയസ്സിൽ ഈജിപ്തിൽ നിന്ന് ഓടിപ്പോന്നവനാണ്. 40 വർഷം അങ്ങോട്ട് തിരിച്ചു പോകാത്ത ആളാണ്. ഈജിപ്തിൽ ചീത്തപ്പേരുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവർ എന്നെ വിശ്വസിക്കുമോ? മോശ ചോദ്യം ചോദിച്ചു. ഉടനെ ദൈവം അടയാളങ്ങൾ പ്രവർത്തിക്കാനുള്ള കൃപ മോശയ്ക്ക് നൽകി. സ്നേഹമുള്ളവരെ, നമ്മുടെ നിരവധി ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ സമയങ്ങളിലും ഒക്കെ അത്ഭുതങ്ങൾ നടക്കുന്നത് അടയാളങ്ങളായിട്ടാണ്. വചനത്തെ ദൈവം അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. അതുകൊണ്ട് അടയാളങ്ങൾ എപ്പോഴും നടക്കണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. പലപ്പോഴും യുക്തിവാദികളും മറ്റും ചോദിക്കുന്ന ചോദ്യം അതാണ്. എന്തുകൊണ്ടാണ് എപ്പോഴും അടയാളങ്ങൾ നടക്കാത്തത്? എന്തുകൊണ്ടാണ് എപ്പോഴും അത്ഭുതങ്ങൾ നടക്കാത്തത്? ദൈവം അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുക. വചനം സ്ഥിരീകരിക്കപ്പെടേണ്ട അവസരത്തിൽ മാത്രമാണ് അത്ഭുതകരമായ അടയാളങ്ങൾ നടക്കും. അപ്പോൾ മോശയ്ക്ക് അവൻ പറയുന്ന വചനത്തെ സ്ഥിരീകരിക്കാനായിട്ട് 3 അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കൃപകൾ ദൈവം നൽകുന്നു. അപ്പോൾ മോശ വീണ്ടും ഒരു ബുദ്ധിമുട്ട് പറയാൻ, ഐ കാൻ സ്പീക്ക്, എനിക്ക് സംസാര പാഠവുമില്ല. ഉടനെ മോശ പറഞ്ഞു, ഐ ഷാൽ ബി യുവർ മൗത്ത്, ഞാൻ നിന്റെ വാക്കായി മാറും, ഞാൻ നിന്റെ വായായി മാറും. ഇങ്ങനെ 4 എക്സ്ക്യൂസസ് മോശ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അതിനെല്ലാം ഉത്തരം നൽകി, അടയാളങ്ങൾ നൽകി. അപ്പൊ മോശ ദൈവത്തോട് അവസാനമായിട്ട് 5-ാമത്തെ ഒരു എക്സ്ക്യൂസ് പറയാം. ഓക്കെ ലോർഡ്, ഐ അണ്ടർസ്റ്റാൻഡ്, ബട്ട് സെൻഡ് someone else. മറ്റാരെങ്കിലും അയക്കാൻ പറയാം. ഈ സമയത്ത് ദൈവത്തിന് ദേഷ്യം പിടിച്ചു, ദൈവത്തിന് കോപം ഉണ്ടായി. കാരണം ഇവൻ 4 എക്സ്ക്യൂസ് പറഞ്ഞു, 4-നും ദൈവം ഉത്തരം കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഇതാ 5-ാമത് അവൻ പറയുകയാണ്, സെൻഡ് someone else, മറ്റാരെങ്കിലും അയക്കാൻ പറയാം. ഈ സമയം മോശയ്ക്ക് ദൈവത്തിന് ശക്തമായ ക്രോധം ഉണ്ടായി. നിന്റെ സഹോദരൻ അഹറോൻ വരുന്നു, അവനും നീ കൂടി പോയേ മതിയാവൂ എന്ന് പറയുന്നു. അങ്ങനെ ദൈവത്തിന് ഹിതമനുസരിച്ച് മോശ യാത്രയാവുന്നു ഈജിപ്തിലേക്ക്. പിന്നീട് ഈജിപ്തിൽ വെച്ച് നടക്കുന്ന വലിയ സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം. അതിശക്തമായ ദൈവിക ഇടപെടലുകൾ, ഈജിപ്തിലെ ദേവീദേവന്മാർക്കെതിരായി ദൈവം നടത്തുന്ന 10 മഹാമാരികൾ. അതിന്റെ അവസാനം മോശയും ജനവും ഈജിപ്തിനോട് യാത്ര പറയുന്നു. ഒരു പുറപ്പാട് രാത്രി, ഒരു പാസ് ഓവർ മീലിന് ശേഷം, ഒരു അത്താഴ വിരുന്നിന് ശേഷം അവർ യാത്ര പുറപ്പെടുകയാണ്. ദീർഘമായ ഒരു യാത്ര. സത്യത്തിൽ 3 ആഴ്ച കൊണ്ട് നടന്ന് എത്താവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷേ ജനത്തിന്റെ നിരന്തരമായ ധിക്കാരം, റിബല്യൻ കാരണം ദൈവം അവരെ വഴി നടത്തിയത് 40 വർഷങ്ങളുടെ മരുഭൂമി വാസത്തിലൂടെ. ധിക്കാരികളായ, അവിശ്വാസികളായ, നിരന്തരം മോശയെയും ദൈവത്തെയും ചോദ്യം ചെയ്ത ജനം 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ നടന്നു. അതിനൊരു കാരണമുണ്ട്. ഈ ധിക്കാരികളായ ഒന്നാം തലമുറ പരിപൂർണമായും ആ മരുഭൂമിയിൽ വെച്ച് മരിച്ച് തീർന്നു. കേവലം 3 പേർ മാത്രമാണ് ദൈവം വാഗ്ദാനം ചെയ്ത ആ വാഗ്ദത്ത ഭൂമി, അവരുടെ പിതാവായ അബ്രാഹവും ഇസഹാക്കും യാക്കോബും ഒക്കെ വസിച്ചിരുന്ന കാനാൻ ദേശത്തിന്റെ സമീപത്ത് എത്തുന്നത് ആ തലമുറയിൽ നിന്ന്. മറ്റൊരു വാക്കി പറഞ്ഞാൽ, മോശയുടെ കൂടെ ഈജിപ്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടവരിൽ 2 പേർ മാത്രമാണ് കാനാൻ ദേശത്തിന്റെ സമീപത്തെത്തുന്നത്. അത് ജോഷുവായും കാലബുമാണ്. അപ്പോൾ മോശയുടെ കൂടെ യാത്ര പുറപ്പെട്ട ബാക്കി മുഴുവൻ പേരും, ഒന്നാം തലമുറയിൽപ്പെട്ട മുഴുവൻ പേരും മരുഭൂമിയിൽ വെച്ച് വിവിധ കാരണങ്ങൾ കൊണ്ട് മരണമടഞ്ഞു. വാർദ്ധക്യം കൊണ്ടും മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ടും അവര് മരണമടഞ്ഞു. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ഇവർ ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാവുന്നത് പോലെ ദീർഘമായ ഒരു യാത്ര നടത്തി. അവർ മോവാബ് താഴ്വരയിലെത്തി. ജെറീക്കോയിലൂടെ അപ്പുറത്തേക്ക് കടക്കുന്നതിന് മുൻപ് മോശ മരണമടയുന്ന ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. ഇനി ജോഷുവയുടെ കാലം മുതൽ ഈ ചരിത്രം മുൻപോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം ഏഴാണ്ട് 7:50 നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ രീതിയിൽ അടുത്തൊരു ക്ലാസ്സിലൂടെ വരുമ്പോൾ നമുക്ക് ഈ ചരിത്രം പൂർണ്ണമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ബോധ്യം. ഇത്തരത്തിൽ ഉള്ളൊരു പഠനം നമ്മൾ നടത്തി കഴിയുമ്പോൾ എന്താണ് നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ഗുണം? ഇനി നമ്മൾ ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്? എവിടെ നിന്നാണ് അബ്രാഹാം യാത്ര പുറപ്പെട്ടത്? എവിടെയാണ് അബ്രാഹവും കുടുംബവും ചെന്ന് യാത്ര ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്തത്? പിന്നീട് അവരെങ്ങോട്ടാണ് പോയത്? ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വിഷ്വൽ, ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകും. ആഴത്തിൽ അടുത്ത് വചനത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതായിരുന്നു ഞാനിതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങളോ ഇന്റർവെൻഷൻസോ ഉണ്ടെങ്കിൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് മെല്ലെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.